യാഗപീഠം ഓൾട്ടർ പാർട്ട് 3. കഴിഞ്ഞ ദിവസം യാഗപീഠത്തിൻ്റെ 2 ക്ലാസ്സുകൾ എടുത്തു. ഇന്ന് യാഗപീഠത്തിൻ്റെ അടുത്ത പടിയിലോട്ട് കയറാൻ ആഗ്രഹിക്കുകയാണ്. യാഗപീഠം എന്ന് പറയുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു ചതുരത്തിലുള്ള ഒരു സ്ഥലം, എല്ലാ ആലയത്തിൻ്റെ മുമ്പിൽ. അന്ന് സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതിൻ്റെ ആ വാതുക്കലായിട്ട് ഈ യാഗം പീഠം വെച്ചിട്ടുണ്ട്. യാഗപീഠം എങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കടക്കാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് പരിശുദ്ധാത്മാ പറയുന്ന അബ്രഹാം ദൈവത്തിന് യാഗപീഠമായിട്ട് പണിയതെന്ന് എന്താണെന്ന് നോക്കാം. 22-ാം അധ്യായത്തിൽ അല്പം പ്രധാനപ്പെട്ട ഭാഗം അത് എടുക്കുകയാണ്. ഉൽപ്പത്തി 22-ൽ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ദൈവവും അബ്രഹാമുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പമായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പഴയ നിയമത്തിൽ അത്രയും കൊടുത്തെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന ഈ കാലത്തിൽ അതിലെത്രയോ അധികം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ഉറച്ചിരിക്കണം. അപ്പോൾ അബ്രഹാം പറയാൻ, അബ്രഹാമിന് എതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൊറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ഹോമയാഗം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവന് യാഗമായിട്ട് കഴുത്തറുത്ത് ആട്ട് 2ആയിട്ട് മുറിച്ച് വെച്ച് ആട്ടിൻകുട്ടിയെയും ആളക്കിടാവിനെയും 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ രക്തം ഒഴുകുന്നിടത്ത് എബ്രഹാം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി, സ്വന്തം മകനെ അങ്ങനെ ചെയ്യാൻ പറയുന്നു. നമുക്ക് ഓർക്കാൻ കൂടെ, നമുക്കതൊക്കെ കൊണ്ട് ചിന്തിക്കാൻ കൂടെ പാടാം. പക്ഷെ ദൈവം അബ്രഹാം കൂടെയുള്ള ബന്ധം അത്രയുമായി. അപ്പം ദൈവം പറയുന്നു, ദൈവത്തിന് തോന്നി അബ്രഹാമിന് എന്നെക്കാട്ടി ഇപ്പോൾ ഇഷ്ടം സന്തതിയാകുന്ന ഇസഹാക്കിനെയാണ്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഭൂമിയിലുള്ള എന്തിനേയും, ഏത് കൂട്ടുകാരാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരാകട്ടെ, ഭാര്യമാരാകട്ടെ, മക്കൾ, ദൈവത്തെക്കാട്ടിലും സ്നേഹിച്ചോ പ്രശ്നമാണ്. ദൈവത്തിന് കുശുമ്പുണ്ടായിട്ടൊന്നല്ല, ദൈവം ഒരു തീഷ്ണതയുള്ള ദൈവം, കുശുമ്പുണ്ട് താനും. അത് നമുക്ക് നാശമാകുന്നത് കൊണ്ട്. കാരണം ദൈവത്തെ മാത്രമേ നമ്മൾ സ്നേഹിക്കാവൂ. അതായത് യഹോവയാം ദൈവം, ഏകസത്യ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനും കൂടെ സ്നേഹിക്കണമെന്ന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒരുപോലെ പറയുന്നതിൻ്റെ റീസൺ, വേറെ എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ നമുക്ക് നാശമായി മാറും. അത് നമ്മളെ ചതിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ മകനെയും കൊണ്ട് പോകാൻ പറഞ്ഞപ്പം ഭാര്യയോട് പറയാതെ തന്നെ അബ്രഹാം തൻ്റെ മകനെയും കൊണ്ട് യാഗപീഠത്തിലേക്ക് യാഗവസ്തുവായിട്ട് കൊണ്ടുപോവുകയാണ്. മകനിത് അറിയുന്നില്ല. വിറകും തീയും എടുത്തുകൊണ്ട് പോകുന്നു. മകൻ ചോദിക്കുന്നു, അപ്പ എന്ന് പറഞ്ഞാൽ എന്താ മോനെ എന്ന് ചോദിച്ചു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? അങ്ങനെ അബ്രഹാം തിരിച്ചു പറയുന്നു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. അവിടെയും യാഗപീഠം പണിയാണ്. നമ്മൾ ജീവിതത്തിൽ ഓരോ തട്ടിലും ഒരു യാഗപീഠം പണിയുന്നുണ്ട്. വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ, വിറകിൻ്റെ മേൽ. എനിക്കതൊക്കെ കൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഭാഗമാണ്. ഒരു മകൻ അപ്പൻ കയറിട്ട് കെട്ടാൻ പറഞ്ഞപ്പം കെട്ടിക്കുമെന്നും പറഞ്ഞ് നിന്ന് കൊടുത്തുന്നു. അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവരാണ്. നമ്മൾ വാവിട്ട് കരയൂലേ ഈ സമയത്ത്? കരയത്തില്ലേ? ദൈവാത്മാ. ഞാൻ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, അതായത് ഞാൻ അമേരിക്കയിലായിരുന്നപ്പം നമ്മുടെ മോൻ്റെ പരീക്ഷാ സമയത്ത് ഞാൻ അവിടെ പോയി എൻ്റെ കൂടെ താമസിക്കും. അന്ന് എനിക്ക് മനസ്സിൽ ചില കാര്യങ്ങളോർത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലത് നടക്കാതെ നമുക്ക് വളരെ വിഷമം വരും. അപ്പോൾ ആ മോനെ, മമ്മി ഇത് കണ്ടോയെന്ന് പറഞ്ഞത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് രാത്രിയിൽ അവൻ ഉറങ്ങുമ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോവുകയാണ്. ക്രൂശ് വഹിച്ചുകൊണ്ട് യേശു പോകുമ്പോൾ അമ്മ മറിയ പുറകെ നടക്കുകയാണ് മകനെ കാണാൻ വേണ്ടി. പക്ഷെ പുറകെ പേടിയായതുകൊണ്ട് ദൂരെയാണ് ഒരു സമയത്ത്. അപ്പോൾ യോഹന്നാനോട് പറയുന്നുണ്ട്, എന്നെ മകൻ്റെ അടുക്കിലേക്കൊന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ യോഹന്നാൻ അമ്മയെപ്പോലെ സ്നേഹിച്ചാണല്ലോ മാതാവിനെ. യോഹന്നാൻ അമ്മയെ കൈക്ക് പിടിച്ചുകൊണ്ട് ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോയിട്ട് സോൾജേഴ്സ് എല്ലാം, പട്ടാളക്കാർ അപ്പുറത്തും ഇപ്പുറത്തുകൊണ്ട് ആളുകളുണ്ട്. പക്ഷെ അമ്മ അടുത്ത് വരുമ്പം യേശു അവിടെ നിൽക്കുകയാണ്. നിന്നിട്ട് അമ്മയെ സൂക്ഷിച്ചൊരു നോട്ടം, ഒറ്റ നോട്ടം മാത്രം. അത് കണ്ണിൻ്റെ കൃഷ്ണമണി അമ്മയുടെ കണ്ണിനകത്തോട്ട് വന്ന് പതിയുന്ന ഒരു ഭാഗം.
ഞാനത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഉറക്കെ ഇരുന്ന് കരഞ്ഞു. കാരണം ഒരമ്മയും ഒരു മകനും നിസ്സഹായന, ഒന്നിട്ട് പാപവും ചെയ്യാത്ത സ്വന്തം മകനെ നമ്മുടെ പാപത്തിന് വേണ്ടി അടിച്ച് ഉപദ്രവിച്ച് ചോര വാർത്തിക്കൊണ്ട് ഈ വലിയ കുരിശും വഹിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന കാണും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഷീ ഈസ് ദ മോസ്റ്റ് ഹെൽപ്ലെസ് പേഴ്സൺ. നമുക്ക് ഓടിച്ചെന്നൊന്ന് തുണിയിട്ടൊന്ന് തുടച്ചാലെങ്കിൽ നമുക്കൊരാശ്വാസം, ഇത്രയെങ്കിലും ചെയ്തല്ലോ. നമ്മൾ പറയത്തില്ല നമ്മുടെ ഭർത്താക്കന്മാർക്കും ഇന്ന് എനിക്ക് എന്നെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യിപ്പിച്ചല്ലോ. ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം റോമൻ സോൾജേഴ്സ് ഇടതും വലതും നിപ്പുണ്ട്, അടുക്കലെങ്കിലും ചെല്ലാനും. പക്ഷെ ആ ദൃഷ്ടി പതിക്കുമ്പോൾ ദേ ആർ ടോക്കിംഗ് വോളിയംസ്. ഞാൻ ഇതിനാണ് വന്നത്, മകനെ നീ എന്തിനാണ് ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചത്? എന്തെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ ഒരു സമയത്ത് പോകുന്നു. പുത്രൻ തിരിച്ചു നോക്കുമ്പം മാതാവിൻ്റെ കണ്ണിനകത്ത് സകലത എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ഇപ്പോഴും. നമ്മൾ ഓരോ ഭാരങ്ങൾ വരുമ്പം ചിലർ ഉറക്കെ പറഞ്ഞ് കരയും, ചിലർ കരയത്തില്ല. കരഞ്ഞാലും ഇല്ലേലും ചില അപ്പന്മാർ ഒട്ടും മിണ്ടാത്തവരുണ്ട്. ബട്ട് ദീസ് സോർട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഗോസ് ഇൻസൈഡ് അവർ ഹാർട്ട്. ഇറ്റ് പെയിൻസ്, ഇറ്റ് ഈസ് പെയിൻഫുൾ. സിൻ ഈസ് പെയിൻഫുൾ. വേർപാട് പെയിൻഫുള്ളാണ്. അകൽച്ച ദൈവത്തിന് സഹിക്കുന്നില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനോട് നമ്മൾ അകന്ന് നിൽക്കുന്നത് ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നമ്മൾ ദിനം പ്രതി ഓർക്കണം. വി ആർ ഹേർട്ടിങ് ഹിം നോയിങ്ലി ഓർ അൺനോയിങ്ലി. പല കാര്യങ്ങളും തീരുമാനം എടുക്കും. അതിത്ര ചെറിയ കാര്യം ഇപ്പോൾ ചോദിക്കാനാണ്, ഞാനങ്ങ് തീരുമാനിച്ചു. ഒന്ന് ചോദിക്കാമായിരുന്നില്ല, കർത്താവേ ഇത് ചെയ്തോട്ടെ. ഈ പ്രായത്തിൽ ഞാനും ചെയ്യും. ഈ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിലൊരെണ്ണം ചെയ്യാൻ നേരത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് തന്നെ കൃഷി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാൻ തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം ആ കാര്യം ഞാൻ ചോദിച്ചില്ല. ഞാൻ തീരുമാനം എടുത്തു, ഇവിടെ അങ്ങനെ തന്നെ തീരുമാനം എടുത്ത് ചെയ്യാൻ സമയപ്പം ദൈവം പറഞ്ഞു 4 ദിവസം ഉപവസിച്ചിട്ട് ഇനി അതിനെക്കുറിച്ച് മുമ്പോട്ട്. 4 ദിവസം ഉപവസിച്ചും ദൈവം ചെയ്യേണ്ടെന്ന് തന്നെ ആത്മാവിൽ പറഞ്ഞു തന്നു. പല കാര്യങ്ങൾ തടസ്സമായി വന്നു, ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പോൾ അതെന്താ ഞാൻ ചോദിക്കാൻ, ആദ്യത്തെ കാര്യം ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ കാര്യം ചോദിച്ചില്ല. എല്ലാവരും ഇങ്ങനെയല്ലേ? ആദ്യം നമ്മൾ ചോദിക്കും, പിന്നെ ചോദിക്കൂല. എവറി ടൈം വി ആർ ഹേർട്ടിങ് ഹിം നോയിങ്ലി ഓർ അൺനോയിങ്ലി. അത് ഞാനൊന്ന് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്നെ വിടരുത് എന്നൊന്ന് പറയാനുള്ള മനസ്സ്. ഞാൻ ഒരു ദിവസം നിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കാം ഒന്ന് പറയും, വേറെ വെയിറ്റ് ചെയ്യാൻ പറയും. ആൻഡ് വി ആർ മേക്കിംഗ്. ഇത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം. ഇപ്പോൾ ഭർത്താവ് ഇവിടുന്ന് കടയിലോട്ട് പോവുക, നമ്മളറിയാതെ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ ഭർത്താവ് കല്യാണം കഴിച്ച്, ഭർത്താവ് പറഞ്ഞ് ദൈവം തമ്പുരാൻ അവരോട് പറഞ്ഞ് ഈ കല്യാണം കൊള്ളത്തില്ലെന്ന്. അപ്പോൾ അവർ ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച് ഈ മനുഷ്യൻ വന്നു. ഈ മനുഷ്യന് വെട്ടം കാണാൻ ഇഷ്ടമല്ല. എല്ലാ ജനലും താഴ്ത്തിയിടാൻ പറയും, എന്നിട്ട് ഇരുട്ടത്തിയിരിക്കും. അത് കഴിഞ്ഞ് വെച്ച് അമേരിക്കയ്ക്ക് ഗ്യാസ് അടിക്കാൻ പോകാമെന്ന് പറയും. ഈ ഗ്യാസ് അടിക്കാൻ പോയച്ച് എള് പറയും, എള് വെള്ളിയാഴ്ച പോയാൽ പിന്നെ ഇയാളെ കാണൂല. ഈ സ്ത്രീ ജനലിൽ കൂടെ നോക്കിയിരുന്ന് ഈ മനുഷ്യനെ നോക്കിയിരിക്കുക, തിരിച്ചു വരൂല. അയാൾ ഒരു സമയത്ത് പിന്നെ വരും. അങ്ങനെ ഈ മനുഷ്യൻ വരുമ്പോഴേ ഇവർക്ക് പേടിയായി. Every time you are hurting somebody by your action. Every time you are hurting our close ones by our action. Every time you are hurting our God by our insensitive character. എന്ന് യാഗപീഠത്തിന്മേൽ നീ കയറും. നിന്റെ ജഡം എന്നും കരിച്ചു കളയണം, എന്നും തീയത്തി. നീണ്ട ഒരു പ്രസംഗം ആവശ്യമില്ല. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ അങ്ങോട്ട് വരുന്ന് പോവുകയാണ്, ഞാൻ ഇച്ചിരി കഴിയുമ്പം വരും, തരാൻ താമസിച്ചാൽ പേടിക്കണ്ട, നീ ഫോൺ ചെയ്താൽ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേച്ച് പോകാമെങ്കിൽ നമുക്ക് ആശ്വാസമാകൂലേ. അതുപോലെ ദൈവത്തോടൊന്ന് പറഞ്ഞുകൂടെ? യാഗപീഠത്തിൻ്റെ ബേസേ ആയിട്ടുള്ളൂ. നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ ഒത്തിരി ഉണ്ട്. ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഉറപ്പിച്ചു തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം ആത്മാവാകുന്നു. ആത്മാവിന് വസിക്കാൻ വേണ്ടി ഒരു സ്ഥലമാണ് മനുഷ്യനെ ഭൂമിയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയത്. ഞങ്ങളാകുന്ന മനുഷ്യർ ഞങ്ങൾ ദൈവത്തെക്കാട്ടി വലുതാണെന്നും പറഞ്ഞ് തന്നെത്താനെ തീരുമാനമെടുക്കും. എല്ലാത്തിനും തീരുമാനം തന്നെ നടക്കാമെങ്കിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കൂല കർത്താവേ, എല്ലാം തന്നെ ചെയ്യും. എന്നിട്ട് നമ്മളത് പറയും, ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അങ്ങനെ ഒരു സ്ഥിതിയില്ലല്ലോ അപ്പനും മക്കളും. ഇൻ്റർഡിപ്പെൻഡൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യ ഭർത്താക്കൾ ഇൻഡിപെൻഡൻറ്റ്. ഞാൻ അയാളെക്കാട്ടി കാശ് കൊടുക്കുന്നു, എനിക്കിനി അവനെ ആവശ്യമില്ല. ഞാനെന്തിനാ അയക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അയാൾ വേണേൽ ഉണ്ടാക്കട്ടെ. ഒരിക്കലും ചേരാത്ത സ്വഭാവങ്ങൾ നമ്മളിൽ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ഇതുപോലെ തന്നെയാണ് ദൈവത്തോട് നമ്മൾ ചെയ്യുന്നത്. പലതും ചോദിച്ച് ചെയ്യേണ്ടത് ചോദിക്കാതെ ചെയ്യും. ഒന്ന് അടുത്തിരുന്ന് ആലോചന ചോദിക്കാതെ
പിന്നെ പോയി കുളത്തിനകത്ത് വീണിച്ച് പിന്നെയും കരച്ചിലാണ്. ജീവിതം മുഴുവനും മണ്ടത്തരങ്ങൾ കാണിച്ച് പിന്നെയും കരുണയുള്ള ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. യാഗപീഠത്തിന്മേൽ റോമർക്കെഴുതിയ ലേഖനം 12 പറയുന്ന പോലെ നമ്മളെ തന്നെ ബുദ്ധിയുള്ള ആരാധനാലയങ്ങളായിട്ട്, ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള ആലയങ്ങളായിട്ട്, കർത്താവിൻ്റെ യാഗങ്ങളായിട്ട് കൊട്ടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ദിനം പ്രതി നിമിഷം പ്രതി മനസ്സിനെ പുതുക്കണം. കർത്താവിൻ്റെ ഹിതത്തിന് വിപരീതമായി ഒന്നും കടന്നു വരില്ല. നീ ഭവനമായിട്ട് നിൽക്കണം. ഞങ്ങൾ നിൻ്റെ ഭവനം, ഞങ്ങൾ ഭവനമായിട്ട് നിൽക്കണം, നിനക്ക് വസിക്കാൻ. ഞങ്ങളുടെ മുൻവശത്തെ മുറി മാത്രം വന്ന് ഇരിക്കുന്ന ഗസ്റ്റായിട്ടല്ല, ഒരു വിരുന്നുകാരനെ പോലെയല്ല. ഞങ്ങളുടെ അധികാരിയായ ദൈവം, ഞങ്ങളുടെ പിതാവാം ദൈവം, സഹചാരിയായ ദൈവം, കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പലപ്പോഴും അത് തെറ്റിപ്പോകുന്നുണ്ട്. ഞങ്ങളുടെ തലമുറകൾ കൂടുതലുണ്ട്, ചെറുപ്പക്കാർക്ക് അതികൂടുതലാണ്. കൊച്ചുമക്കൾക്ക് ഒരു വിവരവും ഇല്ല. ചുറ്റുപാടുമുള്ളവർക്കും അറിയും, ഞങ്ങൾക്കും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് അറിവ് തരുന്നുണ്ട്. എൻ്റെ ആത്മാവ് ഞങ്ങളിൽ കടന്നു വന്ന് എന്നെ വ്യസനിപ്പിക്കുന്ന പരിശുദ്ധ പ്രാവിനെ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ സെൻസിറ്റിവിറ്റി, ദൈവത്തോട് വളരെ വിശുദ്ധിയോട് കടന്നു വന്ന് ചോദിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നീ പറയുന്നതിന് വിപരീതമായിട്ടൊന്നും ചെയ്യാൻ ഞങ്ങളെ വിടരുത്. തലമുറമേൽ ഈ അനുഗ്രഹം പാസ് ചെയ്യണം. കർത്താവിൻ്റെ വെളിച്ചം വീശണം. ഇരുട്ട് മാറട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. ഇരുട്ടിലല്ലേ ഇവൻ പ്രവർത്തിക്കത്തുള്ളൂ. ഇരുട്ട് മാറട്ടെ, വെളിച്ചം വരട്ടെ. തീ കത്തിക്കപ്പിച്ച, തീ കത്തിച്ചിട്ട് ഞങ്ങളിലുള്ള ജഡം മരിച്ചു പോട്ടെ. ജഡം സ്വയമേ മരിക്കൂല, പക്ഷെ മരിപ്പിക്കുക ഞങ്ങൾ. അബ്രഹാം തൻ്റെ സന്തതിയായ ഇസഹാക്കിനെ കൊണ്ട് യാഗപീഠത്തിന്മേൽ വെച്ചപ്പോൾ യാഗം പൂർത്തിയാക്കി. പക്ഷേ ദൈവം അവനെ അർപ്പിച്ചില്ല. പിന്നെയോ വേറെ ആട്ടിൻകുട്ടിയെ കൊടുത്തു. എന്നാൽ പിൽക്കാലങ്ങളിൽ യേശു ക്രിസ്തു തനിയെ സമ്മതിച്ച് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മാറി. അതിനാൽ ആ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു. ഇത്ര മഹത്തരമായ ഒരു കാര്യം ചെയ്തിട്ടും നിന്നെ സ്നേഹിക്കാൻ അറിയാൻ വയ്യെങ്കിൽ ഇന്നു മുതൽ പുതിയൊരു സ്നേഹം ഇട്ടുതരണമേ. പരിശുദ്ധാത്മാവെ അത് ചെയ്യണമേ. തലമുറയിൽ അത് പാസ് ചെയ്യണമേ. ഈ ജീവനദി താഴോട്ടൊഴുകണം. തലമുറമേ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.